കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഞാൻ ഞാൻ 2 ദിവസം ലീവാ. വീട് വരെ ഒന്ന് പോണം. പോയിക്കൊള്ളൂ. അയ്യോ, പെർമിഷൻ ചോദിക്കാൻ വന്നതല്ല. പിന്നെന്താണാവോ കാര്യം? ഈ മാസത്തെ ശമ്പളം 16,900. അത് കിട്ടിയിട്ട് വേണം പോവാൻ. 16,900. 1 രൂപ താനൊന്ന് കുറച്ചില്ലായിരുന്നു? അത് വേണമെങ്കിൽ ഇപ്പൊ കുറച്ചോ. അത് നന്നായി. താനാ പെണ്ണിനോട് ചോദിക്കും, അവളല്ലേ തരാന്ന് പറഞ്ഞു. അവള് പോയില്ലേ? ഉള്ളടത്ത് പോയി മേടിക്കണം. ദേ, എനിക്ക് എന്റെ ശമ്പളം കിട്ടിയേ പറ്റൂ. തനിക്കും വട്ടായോ? ശമ്പളം ചോദിക്കുന്ന വട്ട? മാനസിക നില തെറ്റി ഒരു പെണ്ണ് പറഞ്ഞൊക്കെ താനങ്ങ് വിശ്വസിച്ചോ? തന്നെയുമല്ല, അവളുടെ അസുഖം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചതിന് തനിക്ക് ഈ മാസം ശമ്പളം ഇല്ല. എന്ത് യൂട്ടിലൈസ്? കിസ് മറന്നാ? അതിനവൾ ഇങ്ങോട്ടല്ലേ കിസ് ചെയ്ത്? അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കിസിന്റെ സുഖം ഒന്നാ. അത് കിട്ടിയില്ലേ? കണക്ക് നോക്കിയാ താൻ കാശ് ഇങ്ങോട്ട് തരണം. പാടാൻ മേടിച്ചത് 5,000. അവള് നശിപ്പിച്ച സാധനങ്ങളുടെ വില 26,000. അതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ എന്റേതാണ്. ഒരു ഗിറ്റാറും 2 in 1. അത് ഞാൻ കൂട്ടിയിട്ടില്ല. താൻ ഇവിടെ നിന്ന് വട്ടം കറങ്ങാതെ വീട്ടിൽ പോകാൻ നോക്ക്. ഇപ്പൊ ടൗണിലോട്ട് എന്നാ ഒരു ബസ്സുണ്ട്. വണ്ടിക്കൂലിക്കുള്ള പൈസ വേണോ ഞാൻ തരാം. 16,900 രൂപയിൽ 1 രൂപ കുറച്ച് 5 പൈസ കുറയാതെ എനിക്ക് കിട്ടിയിരിക്കണം. അത് തരാതെ ഒരടി മുന്നോട്ട് വെക്കരുത്. ഒരടി പിന്നോട്ട് വെക്കാ. ഒരു കാര്യം പറയാനാ, വെരി ഇമ്പോർട്ടന്റ്. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. യു ആർ ഡിസ്മിസ്ഡ്. അത് പറഞ്ഞാ മതി. എവിടെ? കോത്താഴത്ത് പറഞ്ഞാ മതി. മാടിനെ പോലെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം ചോദിക്കുമ്പോ പിരിച്ചുവിടുന്നത് എവിടുത്തെ നിയമോ? ഇവിടുത്തെ നിയമം. വിളിച്ചോ സാറേ? അതെ, എന്റെ പഴയ ശമ്പളം തരാൻ പറ്റുമോ? തന്നേനെ. ഇത്രയും ബഹളം വെച്ചെന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? ഇനി തരില്ല. തരില്ല? ഇല്ല. വേണ്ട. ശമ്പളം കിട്ടാത്തതിനേക്കാൾ വിഷമം ഒരു എച്ചിയുടെ കൂടെ ഇത്രയും കാലം പണിയെടുത്തു എന്ന് ഓർത്തിട്ടാ. എന്നെ പോലെ പാവം തൊഴിലാളികളെയും കുറെ പ്രാന്തന്മാരെയും ഞെക്കിപ്പിഴിഞ്ഞ് താൻ സമ്പാദിച്ചോ? അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. കൊടുക്ക പ്രാന്ത് പിടിച്ച് താൻ തെരുവിലൂടെ അലയും. ഡിസ്ക് മാറിപ്പോയി. ഡിസ്ക് ഞാൻ തെറ്റിക്കുന്നു. ഒന്നെ അവസാനമായിട്ട് ചോദിക്കുക, ശമ്പളത്തിന്റെ പകുതി 3,450 രൂപ തരാൻ പറ്റുമോ? തന്നേനെ. പക്ഷെ താൻ എന്നെ കുറെ പ്രാഗിയില്ലേ? അതുകൊണ്ട് തരില്ല. വേണേ കുറച്ചുകൂടെ പ്രാഗിക്കോ. ഗതി പിടിക്കാത്തവനെ പ്രാഗിട്ടെന്താ കാര്യം? നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കിളുത്താൽ അതും തണലാക്കുന്നവനാ താൻ. താൻ പോയില്ലേ? ഇല്ല. ആ വണ്ടിക്കൂലി 46 രൂപ 50 പൈസ അതെങ്കിലും തരുവോ? ഇമോഷണൽ ആവരുത്. ഇല്ല. തന്നേനെ. പക്ഷെ താൻ ഒരു ആലിന്റെ പ്രശ്നം പറഞ്ഞില്ലേ? അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഒരു നയ പൈസ തരില്ല. രക്ഷപ്പെട്ടോ? കാണിച്ചു തരാം. ഡോക്ടർമാരും ദുഷ്ടന്മാരും ഉണ്ടോ? ശമ്പളം തരില്ലല്ലേ? മുതലാക്കി തരാം. ഇവിടുത്തെ പണി മതിയാക്കി പോവുക. ബാക്കി കൂടെ ഫ്രണ്ടിലാരെയും ഫേസ് ചെയ്യണ്ട. അതാ. അയ്യോ, ഇയാൾ വീണ്ടും ശല്യാടിയോ? ഡോക്ടറെ, അയ്യോ, ശല്യാടിയല്ലേ? ആ ചാടി. എങ്ങനെ ചാടി? വളച്ചു ചാടി. കമ്പി വളച്ചോ? നെൽസനെ വളച്ചു ചാടി. ആരോട് പറയല്ലേ? കൊല്ലും ഞാൻ. തന്നെയല്ല, അവനെ. ഓൾ ദി ബെസ്റ്റ്. അതിനി പള്ളി പോയി പറഞ്ഞാ മതി. ഈ സൂര്യൻ എന്തിനാ എന്നെ കൊണ്ട് ഓടിയത്? എവിടെ നോക്കിയാണോ ഓടുന്നത്? കൊല്ലുവോ? എന്നാ കൊല്ല്. ആഹാ, തല പുറത്തുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. എന്റെ പൊന്ന് സാറേ, ഇയാളെയൊക്കെ വെച്ച് വണ്ടി ഓടിപ്പിച്ചാ പിന്നീന്ന് അങ്ങ് മുകളിലോട്ട് വേഗം എത്താം. ഇത് സ്റ്റാച്ചു.